അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് ഞാനിപ്പോ ഒരു റമദാൻ സ്പെഷ്യൽ ആയിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. മുളക് ചിക്കൻ ബാർബിക്യൂന്ന് പേരിടാം. അപ്പൊ ചെറിയ കൂന്തൽ കുഞ്ഞുങ്ങളെ പൊരിച്ചു വെക്കുന്ന കാഴ്ച. പഴുത്ത മാങ്ങ പൊരിച്ച് കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. മുസ്ലിം പള്ളിയുടെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം പള്ളി. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ തായ്ലൻഡ് സീരീസ് വീഡിയോ കാണുമ്പോഴും മറ്റു രാജ്യങ്ങളുടെ കാണുമ്പോഴും ചോദിക്കാറുണ്ട്, മുസ്ലിം സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, ഈ സ്ഥലങ്ങളിലെല്ലാം മുസ്ലിം പള്ളികളുണ്ടോ, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഈ പള്ളിയുടെ വിശേഷങ്ങൾ, കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പള്ളിയിലത്തെ കാഴ്ചകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നപ്പോൾ തന്നെ വളരെ തിരക്കാണത്. ഇവിടുത്തെ സ്വദേശികളും വിദേശികളുമായിട്ട് ധാരാളം ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അതിന് ശേഷമാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ പട്ടായയിൽ ധാരാളം പള്ളികളുണ്ട്. അതുപോലെ തന്നെ ഈ പട്ടായ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഒരു ഏരിയ ആണ്. അത് ചോൺപുരി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ ധാരാളം 30ഓളം പള്ളികളുണ്ട് എന്നുള്ളതാണ് അറിവ്. അതുപോലെ തന്നെ നമ്മൾ ബാങ്കോക്കിലൊക്കെ നമ്മൾ വരുമ്പോൾ, അതായത് ബാങ്കോക്കിൽ വിമാനം ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് ധാരാളം പറ്റാറുണ്ട്. പലപ്പോഴും ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ വരുമ്പോൾ, ഇവിടെ ജാതി മതം പറയുന്നതല്ല കേട്ടോ, ഈ സബ്ജക്റ്റിൻ്റെ ആവശ്യാർത്ഥം തിരിച്ച് പറയുന്നതാണ്. പലപ്പോഴും ക്രിസ്ത്യൻ സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ, വലിയ ഗ്രൂപ്പൊക്കെ ഉള്ളപ്പോൾ, ഒരു 30 പേരിലധികമൊക്കെ ഉള്ള സമയങ്ങളിൽ നമ്മളിവിടെ കുർബാന നടത്താറുണ്ട്, പെർമിഷൻ മേടിച്ച്. പലപ്പോഴും പല ഗ്രൂപ്പുകളിലും അച്ഛന്മാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ 1-2 പ്രാവശ്യം ഇവിടെ നടത്തിയുള്ള ഒരു പരിചയമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് മുസ്ലിം സുഹൃത്തുക്കൾക്ക് പള്ളി കാര്യങ്ങൾ, നമസ്കാര സൗകര്യങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ പട്ടായയിൽ വരുമ്പോൾ അതുപോലെ കംബോഡിയ, മലേഷ്യ, സിംഗപ്പൂർ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അവരവരുടെ മതത്തിനനുസരിച്ചിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല. അപ്പോൾ യാത്രകൾ എൻജോയ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ആരാധനാ കർമ്മങ്ങളും നമുക്ക് നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കാൻ പറ്റും. അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.ขอความสันติสุขจงมีแด่บรรดาพี่น้องผู้มีเกียรติที่เคารพทุกท่านผมอิหม่ามมัสยิดตอติลละพัทยาใต้นะครับ. പട്ടായ പള്ളിയിലെ മഹല്ലി ഇമാമാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മൂസ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിന്റെ ഫാദറിന്റെ സ്ഥലമായിരുന്നു ഇത്, പട്ടായ സൗത്ത് പട്ടായയിലെ ഇത്. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ ഫാദർ പള്ളിക്ക് വേണ്ടി കൊടുക്കുകയും ഇപ്പൊ അത് അനുദിനം വർദ്ധിച്ചു വരുന്ന വിശ്വാസികളും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളും ഒക്കെ ആയിട്ട് സൗകര്യങ്ങൾ കുറഞ്ഞപ്പോൾ ഈ ബിൽഡിംഗ് വളരെയധികം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അനുദിനം വർദ്ധിച്ചു വരുന്ന വിശ്വാസികളും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളും എല്ലാം കൂടിയപ്പോൾ ഈ പള്ളിയുടെ വലിപ്പം കൂട്ടേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതിനുള്ള പണികളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യണമെന്ന് ആൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മാക്സിമം ഇവിടെ എത്തുന്ന പട്ടായ സന്ദർശിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നമസ്കാര സൗകര്യങ്ങൾക്ക് മറ്റുമായിട്ടുള്ള മാക്സിമം സൗകര്യങ്ങൾ ഉണ്ടാക്കുക. അതിനോടൊപ്പം തന്നെ ഈ സ്വദേശികളായിട്ടുള്ള കുട്ടികൾക്ക് മാക്സിമം മതവിദ്യാഭ്യാസമൊക്കെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലുള്ള വളരെ വലിയ മദ്രസയും മറ്റുമാണ് നടന്നു വരുന്നത്. ഇത് ഞാനിപ്പോൾ ഒരു റമദാൻ സ്പെഷ്യൽ ആയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രകാരം ഞാനിവിടെ ഒരു മുസ്ലിം ഷോപ്പിൽ വന്നു. അവിടെ നിന്ന് അവരുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി നിന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അടുത്ത കടകളിലും കൂടി കുറച്ച് പലഹാരങ്ങളൊക്കെ നോക്കി വെച്ച്. അപ്പോൾ ഇവിടെ 6:38 ഇന്നത്തെ നോമ്പ് തുറ. അപ്പോൾ അവിടെ നിന്ന് ചെറിയ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിച്ച് നോമ്പ് തുറന്നതിന് ശേഷം ഇവിടെ നിന്നൊക്കെയുള്ള വഴിയിലുള്ള കുറച്ച് പുതുമയുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. പഞ്ഞി പോലത്തെ ബീഫ്, ഇതിന്റെ വിശേഷങ്ങൾ ഇപ്പൊ തന്നെ പറയാട്ടോ. പഞ്ഞി പോലെ ഇരിക്കും, പഞ്ഞി പോലെ. ഒന്നും പറയാനില്ല കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബീഫ് കഴിച്ചിട്ടുള്ള, നമ്മൾ കഴിക്കുന്ന അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ബീഫാണ്. കുക്കിംഗ് രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പിക്കുകയാണ്. പറയണതിന് മുമ്പ് കുക്കിംഗ് രീതി ഒന്ന് കണ്ടു. ക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ നോമ്പ് തുറക്ക് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. നമ്മൾ പതിവ് സമൂസയും മറ്റു ഐറ്റത്തിനൊക്കെ പകരമായിട്ട്, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്ക് പുതിയൊരു ഐറ്റം കൂടിയും ഇനി വരുന്ന ആളുകൾക്ക് ഇഫ്താറിന് നമുക്ക് വിളമ്പാം. ബട്ടറെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാം. അപ്പോൾ ഒരുപാട് പുതുമകളുള്ള കാഴ്ചകളാണ് ഉള്ളത്. ഇതിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ചകൾ നമ്മുടെ ചാനലിൽ കാണാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പഴുത്ത മാങ്ങ പൊരിച്ച് കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. യൂട്യൂബിൽ വളരെ ഹിറ്റായിട്ടുള്ള വീഡിയോ ആയിരുന്നു.
അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന രീതി മറ്റൊക്കെ അതിനകത്ത് വിശദമാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത കാഴ്ചകളിലേക്ക്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇതാണ് ഞാൻ നോമ്പ് തുറക്കുന്ന ഉപയോഗിച്ചത്. നോമ്പ് തുറയുടെ ഭാഗമായിട്ട് നമ്മൾ അവിടെ നിന്നുള്ള ഐറ്റം, അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ഈ കരിക്കു ജ്യൂസാണ് ഞാൻ കുടിച്ചത്. ഒരുപാട് വെറൈറ്റി ജ്യൂസുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് ഈ കളറിൽ കാണുന്നതെല്ലാം തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജ്യൂസുകളാണ്. കോളയും പൈനാപ്പിളിൻ്റെയും പലതരം ഫ്ലേവേഴ്സും ബ്ലൂബെറിയും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളതുണ്ട്. ടാങ്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാറുണ്ടോ എന്ന് അറിഞ്ഞൂടെ. സാധാരണ തണ്ണിമത്തന് കട്ട് ചെയ്തിട്ട് മധുരമൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴിക്കാറ്. പക്ഷേ തണ്ണിമത്തന് ഷെയ്ക്ക് ഉണ്ടാക്കുന്നത് നമുക്കിവിടെ കാണാം. തായ്ലൻഡിൽ വളരെ ഫേമസ് ആണ്. അപ്പോൾ നമുക്ക് കാണാം 40 ബാത്താണ്. 40 ബാത്ത് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 83-84 രൂപ വരും. അപ്പോൾ നമുക്കൊരു തണ്ണിമത്തൻ ഷെയ്ക്ക് നമുക്ക് കഴിക്കാം. അപ്പോൾ നോമ്പ് തുറക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും പരീക്ഷിക്കുക. ഒരു തണ്ണിമത്തൻ്റെ വലിയ പീസ് എടുക്കും. കുരു അവർ മാറ്റിയിട്ടുണ്ട്. അത് നേരെ ജാറിലേക്ക് ഇടുക. അതിനുശേഷം അവർ ഒഴിക്കുന്നത് പഞ്ചസാര ലായനിയാണത്. റമദാൻ സ്പെഷ്യൽ ഐറ്റംസിലേക്ക് പോകാം. ഇവിടെ അതുപോലെ തന്നെ ധാരാളം വെറൈറ്റി ജ്യൂസുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. മൾബറിയുടെയും അതുപോലെ ഒരുപാട് ഡിഫറെൻറ്റ് ഫ്രൂട്ടുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 35 ബാത്താണ് ഇതിൻ്റെ ഓരോന്നിൻ്റെ വില. അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ മോമോസ് പോലത്തെ പല ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ മോമോസും ഞണ്ട് ഐറ്റംസൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള കാഴ്ചകൾ മറ്റു വീഡിയോയിൽ വരുന്നതായിരിക്കും. ഏതാനും പലഹാരങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നോമ്പ് തുറ ഐറ്റംസുമായിട്ട് മറ്റൊരു കട ഇവിടെ ഉണ്ട്. ഫുള്ള് ബാർബിക്യൂ ഐറ്റംസ് ആണ്. എന്താ നമ്മുടെ ഒരു തന്നിരുന്നിട്ട് ഇവിടെ മുളകും ചിക്കനും ഒക്കെ ബാർബിക്യൂവിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം മുളകും സവോള, പിന്നെ എന്തൊക്കെയാണ് മുളക്, സവോള, ചെറിയ തക്കാളി, ചിക്കൻ, മസാലയുടെ ചിക്കൻ. ഓക്കെ, ഈ രീതിയിലാണ് തത റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. തതാന്ന് ഞാൻ വിളിക്കുന്നതാണ്. അവർക്ക് എന്നെ അറിയില്ല, എനിക്ക് അവരെ അറിയില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവരെ കടയിലെ ഐറ്റംസൊക്കെ ഇവർ മക്കളൊക്കെ കൂടി ചേർന്നിട്ടാണ് ചെയ്യണത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റികളുടെ ലോകമാണ്. നോക്കിയേ, ചിക്കനും ചെമ്മീനും സകല ഐറ്റംസ് നമുക്ക് എല്ലാവരും ഒന്ന് വിശദമായിട്ട് കാണാം. അപ്പോൾ ഇത് നോമ്പ് തുറക്കായിട്ടും അല്ലാണ്ടുമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ചിക്കൻ്റെ ചെറിയ ചെറിയ പീസുകൾ, ഇത് ബാർബിക്യൂ വെച്ചിരിക്കണത്, വിങ്സ്, അതുപോലെ തന്നെ ചെമ്മീൻ കാണാം, ചെമ്മീനുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. സോസേജ് ഐറ്റംസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എല്ലാം ഇവർ ഓൾറെഡി മസാല ഇട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അവരുടെ വീട്ടിൽ നിന്ന്. അതാണ് അവർ കുക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവർ കുട്ടിയുമൊക്കെ ആയിട്ട് വന്നിട്ടാണ് ഈ കടയിൽ കാണുന്നത്. അപ്പോൾ ചെറിയ കൂന്തൽ കുഞ്ഞുങ്ങളെ പൊരിച്ച് വെക്കുന്ന കാഴ്ച. അപ്പോൾ അവരത് മസാലയിൽ മുക്കി വെച്ചിട്ട്, മസാല ഉപ്പുവെള്ളം മാത്രമേ ഉള്ളൂ, ഉപ്പിൽ മുക്കി വെച്ചതിന് ശേഷം എടുത്തിട്ട് പൊരിച്ച് അവരുടെ ഗാർലിക്കിൻ്റെ പൗഡറൊക്കെ ഇട്ട് വരുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം കൂടി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് ഇനി മുതൽ കൂന്തളുകളൊക്കെ നിങ്ങളുടെ അടുത്ത കടകളിൽ കാണുമ്പോൾ നിങ്ങളത് മേടിക്കുക, കഴുകുക, അതിനുശേഷം മസാല ഉപ്പുവെള്ളത്തിനും നനച്ച് വെക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട മസാല മുക്കി വെച്ചിട്ട് ഡയറക്റ്റ് പൊരിച്ചെടുക്കുക. ഇത് തായ്ലൻഡുകാരുടെ ഒരു ഇഷ്ട വിഭവമാണ്. അപ്പോൾ ഇത് മിസ് ചെയ്യേണ്ട. അപ്പോൾ നമ്മുടെ കൂന്തൾ റെഡിയായി കഴിഞ്ഞ് കൂന്തളിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ള അഭിപ്രായം ഞാൻ പറയാം. കൂന്തൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ കൂന്തളുണ്ട് കേട്ടോ. ഫുള്ള് തലയും ഒന്നും കളഞ്ഞിട്ടില്ല, ഫുള്ളായിട്ടുള്ള കൂന്തളാണ്. നല്ല രുചിയുണ്ട്. ഇവിടെ കഴിക്കുമ്പോൾ നോക്കണം, കൂന്തളിൻ്റെ അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബ്ലേഡ് പോലത്തെ സംഭവമില്ലേ, ഇതൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇതടക്കണം പൊരിക്കണത്. അപ്പോൾ ഇത് നമ്മളെടുത്ത് കളയണം. ഇത് കളഞ്ഞില്ലെങ്കിൽ വയറുവേദന പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതെടുത്ത് കളഞ്ഞതിന് ശേഷം തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ, അല്ലാണ്ട് തന്നെയാണ് അവർ പൊരിക്കുന്നത്. അപ്പോൾ നമുക്കത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ കൂന്തളം നിറച്ചതൊക്കെ നമ്മൾ നാട്ടിൽ കാണാറുണ്ട്. കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. ഞാൻ ഉമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഉമ്മച്ചും കൂടി കൂന്തളം നിറച്ചതൊക്കെ ഉണ്ടാക്കിയിടാം. അവരിതേ മസാല ഈ ചിക്കനൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് തീയിൽ ഗ്രില്ല് ചെയ്തെടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ. നല്ല സ്മെല്ലുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നല്ല രുചിയുള്ള ഐറ്റമാണത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇതുപോലെ പാക്കറ്റിലൊക്കെ ആക്കി വെക്കുന്നു. 1 പാക്കറ്റ് ഹൗ മച്ച്? 50
50 baht, 50 ബാത്തിന്. ഹൗ മെനി പീസ്? 5 പീസ്. 5 piece. 5 പീസിന് 50 ബാത്ത്. ഇതുപോലത്തെ പാക്കറ്റിലാക്കി വെച്ചിരിക്കുകയാണ് ചേച്ചിമാര്. കണ്ടോ? അപ്പൊ നമുക്ക് നാട്ടിൽ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഇതാ ഇവിടെ സംഭവങ്ങൾ ഇതെങ്ങനെ പൊരിക്കാൻ കണക്കാക്കിയിട്ട് ഒരു ചേച്ചി നിന്ന് പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പൊരിക്കല്ല, ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് നേരമൊന്നും ഇത് ചെയ്യുന്നില്ല. അവര് തിരിച്ചു മറിച്ചിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കരിയാതിരിക്കാനായിട്ട്. അപ്പോൾ അത് ഒരു നല്ലൊരു പുതുമുള്ളൊരു കാഴ്ചയായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് നാട്ടിൽ നോമ്പിനായാലും അല്ലെങ്കിലായാലും നിങ്ങൾ ഇത് മുളകൊക്കെ മേടിച്ചിട്ട് ഇതുപോലെ ഗ്രില്ല് ചെയ്ത് നോക്കുക. ഈ മുളകിൻ്റെ രുചിയും ഈ ഇതിൻ്റെ മസാല എല്ലാം കൂടി കൂടുമ്പോൾ മൊത്തത്തിലൊരു ആകെ മൊത്തം സൂപ്പറാവുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഒന്നും പറയാനില്ല. ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ്, പുതിയ ഫുഡ്. അപ്പോൾ നമുക്ക് അതും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കഴിച്ച് കാണിക്കാം. ഇത് ഗ്രില്ല് ചെയ്യണതിന് മുമ്പത്താണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കാഴ്ചകളാണ് എന്തായാലും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ മുളക് ബജി റെഡി. മുളക് ബജി അല്ലല്ല, മുളക് ബാർബിക്യൂ റെഡി. മുളക് ചിക്കൻ ബാർബിക്യൂ എന്ന് പേരിടാമല്ലോ നമുക്ക്. അപ്പോൾ റെഡിയായി, സംഭവം റെഡി. അപ്പോൾ നമുക്കിത് കഴിക്കാം. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ? അത്രമാത്രം ക്ലിയർ ആണെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ നമുക്കിത് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. നല്ല എരിവ്. മുളകിന്റെ ബജി മുളകിന്റെ എല്ലാ എരിവും. ചിക്കനിലെ എരിവുണ്ട്, പിന്നെ മുളകിന്റെ തന്നെയുള്ള എരിവ്. രണ്ടും കൂടി കൂടുമ്പോൾ തന്നെ നല്ല 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 എരിവ് എന്ന് പറഞ്ഞാൽ സുഖമുള്ള എരിവ് കേട്ടോ. നമ്മൾ മുളക് ബജി കഴിക്കുമ്പോൾ എന്താണ് ആ എരിവിന് വേണ്ടിയിട്ടാണല്ലോ, ആ സുഖമുള്ള ആ ഒരു എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് ബജി കഴിക്കുന്നത്. അല്ലെങ്കിൽ മുളക് ബജിയുടെ ആവശ്യമില്ലല്ലോ. കായ ബജിയ ഉള്ളിവട ഒക്കെ കഴിച്ചാൽ പോരെ. അപ്പം നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വീടുകളിൽ ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം.